ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് നമ്മൾ ഫ്രൈഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്. അതായത് മെയ് 9th എനർജിയാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ ഗൈഡൻസ് എന്താണെന്ന്. മെയ് 9th എനർജി. ഫസ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? താങ്ക് യു. സറണ്ടർ ടു ദ ഡിവൈൻ ആണ്. ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം. ഒത്തിരി ഇമോഷണൽ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വൈകാരികമായിട്ട് എനർജി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സറണ്ടർ ഇന്നത്തെ ദിവസം ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർ എന്തെങ്കിലും ന്യൂ ബിഗിനിങ്, ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡും ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ബിലീവ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കാം. ഫ്രൈഡേയുടെ ഓവറോൾ എനർജി എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 1 ടെമ്പറൻസ്. കുറച്ച് പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാലൻസ്, ഒരു സ്റ്റെബിലിറ്റി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഈ ഒരു സമയത്ത് വന്നിട്ട് ഇമോഷണലി കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂ ഡയറക്ഷൻ, എന്തെങ്കിലും ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫിയർ, ആങ്സൈറ്റിയുടെ എനർജി വരുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചും കൂടെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. ഒരു ഓവർഫ്ലോൻ്റെ എനർജി, പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആകുന്ന എനർജി ആയിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇവിടെ 7 of Wands എഗെയിൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളുടെ പവർ കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട്, കറക്റ്റ് ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഹെൽത്തി ബൗണ്ടറിയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ അൺവാണ്ടഡ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അതിർവരമ്പ് സ്ട്രോങ് ആക്കി നിർത്താനായിട്ട്, പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഫിനാൻഷ്യൽ സക്സസ്, എന്തെങ്കിലും വെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കരിയറിലായിരിക്കാം. കുറച്ച് പേർക്ക് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളിൽ നിന്നിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു എനർജി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. 8 of Wands പോസിറ്റീവ് എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ ട്രാവലിൻ്റെ എനർജിയാണ് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. ഷോർട്ട് ട്രിപ്സ് ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫാസ്റ്റ് ആയിട്ടുള്ള എനർജി, എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഫാസ്റ്റായിട്ട് അത് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ്, കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ബാലൻസ് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസാണ്. താൻ സെക്യൂർ ആണോ, താൻ പ്രൊട്ടക്റ്റഡ് ആണോ, ഓക്കെ, അതായിട്ടുള്ള ഒരു എനർജി. കുറച്ച് പേർക്കിത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ എനർജിയും നിങ്ങളെ ഒന്ന് ഷേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകും. അപ്പോൾ അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരിക. കുറച്ച് പേർക്ക് സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നിങ്ങളെ ഇവിടെ ഒരു ആങ്സൈറ്റിയിലോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് എംപററാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കരിയറിലായിരിക്കാം, പേഴ്സണൽ പവറിലായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും വിഷൻസിലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി അറിവായിരിക്കാം, നോളേജിൻ്റെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കാം ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് എഗെയിൻ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി ആ ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ, ആ ഒരു ഡിസ്കഷൻസ് ത്രൂ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ പറയുന്നത്, നിങ്ങൾക്ക് ഒരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി നൽകുന്ന എനർജീസ് എന്താണോ അത് ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്.
കുറച്ച് പേർക്ക് സബ് കോൺഷ്യസ് ബ്ലോക്ക്സ് ആയിരിക്കാം നിങ്ങളെ പല സിറ്റുവേഷനിൽ നിന്നിട്ടും പിന്നോട്ട് വലിക്കുന്നത്. അപ്പോൾ അവിടെയും എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക, ബാലൻസ് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങൾ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫ്രൈഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ എനർജി എന്താണെന്ന്. മെയ് 9th ഗൈഡൻസ് എന്താണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. ഈ ഒരു ദിവസം ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് എനർജിയിൽ വർക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട്, ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ തേടി പോകേണ്ട ഒരു സിറ്റുവേഷനാണ്, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ എനർജീസ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൗഡ് വൺസ്, നിങ്ങൾ സ്നേഹിക്കുന്നവർ, നിങ്ങൾ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സേഫാണോ, സെക്യൂർ ആണോ, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും, ആ ഒരു എനർജി കുറച്ച് പേരെ ബോദർ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം നിങ്ങളോട് പറയുന്നത് അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള കീ എന്താണ്, ആൻസർ എന്താണ്, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കാം. ഈ ഒരു ഫ്രൈഡേയിലോട്ടുള്ള പായൽ നമ്പർ 2 5 of Pentacles. കുറച്ച് പേര് ഈ ഒരു ദിവസം ചേഞ്ചസ്, മാറ്റങ്ങൾ, അതിലോട്ട് നിങ്ങളുടെ എനർജി ഫോക്കസ് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ മൂല്യം, വെർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ചാരിയറ്റ് എഗെയിൻ ഒത്തിരി വിൽ പവർ, ഒത്തിരി ഫോർവേഡ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ കുറച്ചും കൂടെ ആത്മീയമായിട്ട്, സ്പിരിച്വലി നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സൈൻസ്, ഓൾറെഡി മെസ്സേജസ് ലഭിച്ചിട്ടുണ്ടാകാം. കറക്റ്റ് ആക്ഷൻസ് എന്താണോ എടുക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകാം. നിങ്ങൾക്ക് ആൻസർ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാകാം. അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ലവ്, റിലേഷൻഷിപ്പ് സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പാർട്ട്ണറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അവിടെയും കുറച്ചൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി ബോൾഡായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ 8 of Cups എനർജി, കുറച്ച് പേർക്ക് സഹായം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നിട്ടായിരിക്കാം, കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ബിലീവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇമോഷണലി കുറച്ചൊന്ന് സ്റ്റേബിൾ ആകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഇവിടെ സണ്ണാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി വാംത്ത്, ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. 4 of Wands. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ പീസ്, സമാധാനം, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുതരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ട്, കണ്ടെത്തുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിലായിരിക്കാം, കുറച്ച് പേർക്ക് ഹോം, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലായിരിക്കാം ഇരിക്കുന്നുണ്ടാകുക. അവിടെയായിരിക്കാം ഒരു സ്ട്രെങ്ത്ത്, ഒരു കോൺഫിഡൻസിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഒരു സപ്പോർട്ടിൻ്റെ കുറച്ച് പേർക്ക് ഒരു സപ്പോർട്ടിൻ്റെ രൂപത്തിലായിരിക്കാം ഈ ഒരു എനർജി വർക്കാകുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, പോസിബിൾ അല്ല, അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, നിങ്ങളുടെ ആത്മധൈര്യം,
അതെല്ലാം നിങ്ങളെ ഈ ഒരു ദിവസം ഒത്തിരി അച്ചീവ്മെൻറ്റ്, ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് ലൈറ്റായിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് മോർണിംഗ് ടൈം ഒത്തിരി പോസിറ്റീവ് ആയിരിക്കാം. ആ ഒരു സമയത്ത് ഒത്തിരി പോസിറ്റീവ് എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നൈറ്റ് ടൈമും എന്തെങ്കിലുമൊക്കെ ഇമോഷണലി നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഒരു കോംപ്രമൈസിൻ്റെ എനർജി, ഒരു സ്നേഹത്തിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് എനർജിയിൽ വർക്ക് ചെയ്യുക, ബോൾഡായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഫ്രൈഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.